ഫ്രണ്ട്സ്, നമ്മൾ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും ഇങ്ങനെ ട്രിപ്പിനൊക്കെ പോവുക. അപ്പം അതുകൊണ്ട് തന്നെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് മിക്കവാറും നമ്മുടെ ഉറക്കം എപ്പോഴും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഇന്നും ഞാൻ ഉറക്കം കോംപ്രമൈസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിവിടെ എൻ്റർടൈൻമെൻറ്റ് പോകുന്നത്. നൈറ്റ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇവരെല്ലാവരും റെഡിയാണ്. നാട്ടിലായാലും അങ്ങനെ തന്നെയല്ലേ, നൈറ്റ് കഴിഞ്ഞ് വരുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ട്രിപ്പിനൊക്കെ പോകാൻ റെഡി ആയിട്ടായിരിക്കും. കാനഡയിലെ നോവാസ്കോഷ്യയിലുള്ള ഏറ്റവും നല്ല ലേക്കിലേക്കാണ് നമ്മുടെ യാത്ര. നമ്മൾ പല പ്രാവശ്യം പോയിട്ടുള്ള ലേക്കാണ് ഡോളർ ലേക്ക്. ഈ സമയത്തൊക്കെ അത്യാവശ്യം നല്ല ടെമ്പറേച്ചർ ഉണ്ട്. 30 ഡിഗ്രിയൊക്കെയാണ് ഇന്നത്തെ ടെമ്പറേച്ചർ. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുള്ള ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ വെള്ളത്തിലിറങ്ങിയാൽ പിന്നെ കയറാൻ തോന്നില്ല. പിന്നെയാണെങ്കിൽ ഇവിടെ മക്കൾക്കായാലും വെള്ളത്തിൽ ഇറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഓരോ വീട് കണ്ട, ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ചും വഴികളും. ഈ പോകുന്ന വഴി പോലെ തന്നെ മനോഹരമാണ് ഈ ഒരു ലേക്കും. അതുപോലെ പോകുന്ന വഴിയൊക്കെ നിറച്ചും വീടുകളുണ്ട്. പക്ഷെ നമുക്ക് വീടുകൾ നമ്മൾ ഈ റോട്ടിൽ നിന്ന് കാണാൻ പറ്റില്ല, കാരണം കുറച്ച് ഉള്ളിലേക്ക് നീങ്ങി. ഇങ്ങനെയുള്ള പ്രത്യേക അവസരങ്ങളിൽ ഭയങ്കര സന്തോഷം വരുമ്പോൾ 3 പേരും ഭയങ്കര കൂട്ടാണ്, ഭയങ്കര സ്നേഹമാണ്. വളരെ അപൂർവമായിട്ടാണ് നമുക്ക് ഇത്തരം കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ വേഗം പകർത്തി അങ്ങനെ അതേ മനോഹരമായ വഴികളിലൂടെ മനോഹരമായ ലേക്കിലേക്ക് നമ്മളങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതൊരു ഫാമിലി ഫ്രണ്ട്ലി, അതുപോലെ വളരെ സേഫായിട്ടുള്ള എൻ്റർടൈനിങ്ങുമായിട്ടുള്ളൊരു സാൻഡി ലേക്കാണിത്. പിന്നെ ഇവിടെ എപ്പോഴും പോകുമ്പോൾ നമുക്കൊരു ബീച്ചിൻ്റെ എഫക്റ്റാണ്. അതുകൊണ്ട് തന്നെ ബീച്ചിൽ പോയൊരു ഫീലാണ്. വീട്ടിൽ നിന്ന് ശരിക്കും 50 മിനിറ്റ്സ് ആണ് ബീച്ചിലേക്ക് ഉള്ള ദൂരം, ലേക്കിലേക്കുള്ള ദൂരം. അപ്പം നമ്മൾ പിന്നെ കുറച്ച് ദൂരം ചെല്ലുമ്പോൾ ഗൂഗിൾ മാപ്പൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി സൈൻ ബോർഡ്സൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട്. പ്രത്യേകിച്ച് രാത്രി ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ കുറച്ച് തപ്പലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് പോയപ്പോൾ നല്ല വെളിച്ചത്തിലായതുകൊണ്ട് തന്നെ നമ്മൾക്ക് വളരെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഈസി ആയിട്ട് തന്നെ നമ്മളെത്തി. ഗൂഗിൾ മാപ്പ് ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സൈൻ ബോർഡ് നോക്കിയിട്ടാണ് വണ്ടി ഓടിച്ചത്. അതുപോലെ പോകുന്ന വഴിയൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചത് ഹിഡൻ ക്യാമറകളില്ല, അതുപോലെ പോലീസില്ല. ഇടയ്ക്കിടയ്ക്ക് വാർണിംഗ് ബോർഡ്സ് ഉണ്ടായിരുന്നു, വേസ്റ്റ് ഡിസ്പോസൽ ഇവിടെ നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ ഇത്രയധികം ആൾക്കാർ വരുന്ന, അതുപോലെ ഇത്രയധികം ആൾക്കാർ ക്യാമ്പിംഗ് ഒക്കെ ചെയ്യുന്ന സ്ഥലമായിട്ട് പോലും ഒട്ടും വേസ്റ്റ് ഒന്നുമില്ല. അത് വളരെ ക്ലീൻ ആയിട്ടുള്ള ഏരിയാസ് ആയിരുന്നു എല്ലാം. അതുകൊണ്ട് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ ഈ മനോഹരമായ വഴികളിലൂടെ നമ്മളങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ ഓൾഡ് ഹൈവേ, ഓൾഡ് ഹൈവേ ഓൾഡ് ഹൈവേ ആണ്. ഹൈവേ വന്നപ്പോഴാണ് നമ്മുടെ നാട്ടിലെ വഴി പോലെ ഉണ്ടല്ലേ ചേട്ടാ. നമ്മുടെ നാട്ടിലെ വഴി നമ്മുടെ നാട്ടിൽ ഇത്രയും വീതിയും കൂടി ഇല്ലാന്ന് തോന്നുന്നു അല്ലേ വഴി. ഇത്രയും വണ്ടികളുണ്ടായുള്ളൂ. ഇവിടുത്തെ ആൾക്കാരൊക്കെ നിറച്ച് ഫാമിംഗ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ പുല്ല് ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലായിടത്തും ഇങ്ങനെ പുല്ല് ചുരുട്ടി വെച്ചിട്ടുണ്ട്. പുല്ല് മെഷീനിൽ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ റോൾസ് ആയിട്ട് വരും. ഇങ്ങനെയുള്ള പുല്ലിൻ്റെ ഈ റോൾസ് ഇവർ 1 വർഷത്തോളമൊക്കെ ഉപയോഗിക്കും. ഇവിടേക്ക് എത്തിയപ്പോൾ ഇവിടെ ഒട്ടും ടാറിടാത്ത റോഡുകളാണ് കേട്ടോ. ഇതിൻ്റെ ചുറ്റും നിറച്ചും ആപ്പിൾ മരങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കാട്ട് ആപ്പിള് നിറച്ചും വളരും. നമ്മൾ പണ്ട് നമ്മുടെ വീഡിയോസിൽ അച്ചാറിടാനൊക്കെ ആയിട്ട് നമ്മൾ കാട്ടിൽ നിന്ന് ആപ്പിള് പറിച്ചിട്ടുണ്ടായിരുന്നു കുറേ. ചെറിയൊരു മധുരവും പുളിയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയാണ് ഈ ഒരു അച്ചാറ്. നമുക്ക് മാങ്ങയൊക്കെ എപ്പോഴും മിസ് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാങ്ങയ്ക്ക് പകരം നമുക്ക് ഈ ഒരു അച്ചാറാണ് നമ്മളെപ്പോഴും ഉണ്ടാക്കാറ്. അങ്ങനെ അതാ മക്കളെ, നമ്മൾ ഡോളർ ലേക്കിൻ്റെ ക്യാമ്പിംഗ് ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ട് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ആഘോഷമായിട്ടും സന്തോഷമായിട്ടും നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ താങ്ക് യു വേണു ഫോർ ദിസ് വണ്ടർഫുൾ ആൻഡ് വെരി എൻ്റർടൈനിങ് ഓപ്പർച്യൂണിറ്റി. വി ഓൾ ഹാഡ് ആൻ അമേസിംഗ് ടൈം ആൻഡ് ട്രൂലി എൻജോയ്ഡ് എവറി മൂമെൻറ്റ്. ഐ ഹാവ് ടു സേ അവർ ചിൽഡ്രൻ absolutely rocked with the swimming and camping trip. They had so much fun and made it was unforgettable for all of us. നമ്മൾ ക്യാമ്പിങ്ങിലൊന്ന് വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ ലേക്കിലേക്കാണ് പോയത്. അപ്പോൾ ലേക്കിൽ കുറച്ച് നേരം നീന്തിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വന്നിട്ട് ഫുഡൊക്കെ കഴിക്കാനുള്ള സമയമാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുങ്ങി വരണം. കാരണം നീന്തിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല വിശപ്പായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പോൾ നമ്മളങ്ങനെ ലേക്കിൻ്റെ സൈഡിൽ
പാർക്കിംഗ് ലോട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിറച്ചും വണ്ടികളുണ്ട് കേട്ടോ പാർക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഇവിടേക്ക് ടാറിടാത്ത റോഡായതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊടിയുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ചെറുതായിട്ട് നമ്മുടെ നാട്ടിൽ അത്രയും ചൂടില്ലെങ്കിൽ പോലും അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു ബീച്ചിൻ്റെ ഒരു ഫീല് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറേ ആൾക്കാർ ക്യാമ്പ് ചെയ്യുന്നതും അതുപോലെ ഫുഡ് ഉണ്ടാക്കാനും ബാർബിക്യൂ ഒക്കെ ചെയ്യാനും അങ്ങനെയൊക്കെ നിറച്ചും ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇതേ നീന്താനൊക്കെ ഉള്ള, പിന്നെ നമുക്ക് എയർഫീൽഡ് ആയിട്ടുള്ള ബോട്ട്സ് എല്ലാം ഉണ്ട്. പക്ഷെ കാറ്റുള്ള സമയത്ത് അത് നമ്മൾ ചിലപ്പോൾ നിലയില്ലാത്ത വെള്ളത്തിലേക്കൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിക്കണം ഇങ്ങനത്തെ കാറ്റുള്ള ദിവസങ്ങളിൽ. അപ്പോൾ ഇന്ന് നന്നായിട്ട് കാറ്റുണ്ട്, പക്ഷെ തണുപ്പൊന്നുമില്ല. അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ നല്ല ദിവസമാണ്. പക്ഷെ സേഫായിട്ടുള്ള ദിവസമാണ് അത്. പക്ഷേ നമുക്ക് ഇങ്ങനത്തെ ബോട്ട്സൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സേഫ്റ്റി ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി സൂക്ഷിക്കണം. പിന്നെ നമ്മളാണെങ്കിൽ ഇറങ്ങുന്ന ഭാഗത്ത് ഒട്ടും ആഴമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ സേഫാണ്. പക്ഷേ കുറച്ചങ്ങോട്ട് നീങ്ങുന്ന സമയത്ത് കുറച്ച് ഡീപ്പായിട്ടുള്ള വാട്ടർ ഉള്ളതുകൊണ്ട് തന്നെ ഒട്ടും സേഫ് അല്ല. അപ്പോൾ അവിടെ സേഫ്റ്റി റോപ്സ് വെച്ച് അതുപോലെ പ്ലാസ്റ്റിക് ഫ്ലോട്ട്സ് ഇങ്ങനെ ഫ്ലോട്ടിംഗ് ആയിട്ട് കിടക്കണ്ടാവും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് നമ്മളെപ്പോഴും പോകുന്നത് സേഫ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിള്ളേരെയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഏരിയയിലൊക്കെ ഇരുത്തി എപ്പോഴും നല്ല സേഫായിട്ട് തന്നെയായിരുന്നു. പിന്നെ എൻ്റർടൈനിങ്ങിനാണെങ്കിൽ ഒരു കുറവുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്കൊക്കെ നമ്മൾ അഭിവാദ്യങ്ങൾ നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മളങ്ങനെ കുറേ നേരം വെള്ളത്തിൽ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് വിശപ്പായി തുടങ്ങി എല്ലാവർക്കും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിശപ്പായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ വെള്ളത്തിൽ പുറത്ത് വന്നു. എന്നിട്ടും ആർക്കും വെള്ളത്തിൽ നിന്ന് ഇറങ്ങാനായിട്ട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു കണക്കിന് എല്ലാവരെയും പിടിച്ച് വെള്ളത്തിൽ നിന്ന് ഇറക്കി. പിന്നെ ഷവറൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോൾ നമുക്ക് നിറച്ചും ചെളിയും മണ്ണും എല്ലാം കൂടി ഇങ്ങനെ കുതിർന്ന് ബോഡി മൊത്തം ഇരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ സമയമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളതാ വലിയ എന്തോ കാര്യമൊക്കെ ചെയ്ത പോലെ എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ റെഡി ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് മക്കളെ. അങ്ങനെ നമ്മളതാ വീണ്ടും ക്യാമ്പിംഗ് സൈറ്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും കൂടി ഫുഡൊക്കെ എല്ലാവരും റെഡിയാക്കി വെച്ചിട്ടുണ്ടാവുന്നതാണ് നമ്മുടെ പ്രതീക്ഷ തെറ്റിയില്ല. എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡൊക്കെ റെഡിയാക്കി ചൂടാക്കി വരൂ വേഗം കഴിച്ചോളൂ എന്നുള്ള രീതിയിൽ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം സൗകര്യമായിരുന്നു. ഇതുപോലെ എല്ലാ ദിവസവും ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു. കാരണം നമ്മളിങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ റെഡിയായിട്ട് വരുമ്പോൾ ഫുഡൊക്കെ ചൂടാക്കി കഴിച്ചോളൂ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് സൗകര്യമായിട്ട് എപ്പോഴും അങ്ങനെയൊക്കെ ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേ. നീ വേഗമായി എടുക്കുക. Too much work. We get experience. Yeah, you learn as you go. Yeah. Mommy, what is that? You know, I didn't put some cool biscuits here. Oh my God. I would
wooden couch made. നമ്മുടെ പ്രധാന കുക്കാണ്. You will be in the video. Okay? You are the main attraction of the video. Dipping some sauce. Yeah, forgot the brush. Oh, that's what I'm thinking. Why are you using that tissue? It's a good idea for my. Maybe sit here. Mommy, don't touch that book. Don't touch that. Inside. Pumped up only 2, so I said like okay, that's enough. Oh God. I think this is big enough for all of us. We can all sleep here tonight. Oh, that's a sleeping bag, yeah? Yeah, those are sleeping bags. Yeah. Looks nice. Luxury. ഫ്രണ്ട്സ് നമ്മളങ്ങനെ അതേ ക്യാമ്പിംഗ് സൈറ്റിൽ ലക്ഷറി ആയിട്ടുള്ള ടെന്റുകൾ കാണുന്നുണ്ടല്ലോ. ഇങ്ങനെ ടെന്റുകൾ ഉണ്ടാക്കിയിട്ട് എയർ ബെഡ് അതിൽ വിരിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാം. പിന്നെ സ്ലീപ്പിംഗ് ബാഗിൽ നല്ല തണുപ്പൊക്കെ തോന്നുകയാണെങ്കിൽ സ്ലീപ്പിംഗ് ബാഗിൽ കിടന്നുറങ്ങാം. എന്ത് രസമല്ലേ കാണാനൊക്കെ. ഇപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ടെന്റുകളാണ് ഇതെല്ലാം. ഇവിടെ രാത്രിയാകുമ്പോൾ നല്ല തണുപ്പായിരിക്കും. ഈ ഒരു ടെന്റിന്റെ ഇപ്പുറത്ത് തൊട്ടപ്പുറത്തുള്ള ഈ ടെന്റിലാണെങ്കിൽ നമുക്ക് വന്യജീവികളൊക്കെ വരണതും പോണതൊക്കെ ഉള്ളിലിരുന്ന് കാണാം. ഇല്ലാട്ടോ, ഇവിടെ അങ്ങനെ വൈൽഡ് ആനിമൽസ് ഒന്നും വരുന്ന ഒരു ഏരിയ അല്ല. നാട്ടിലൊക്കെ ഇങ്ങനെ ടെന്റുകളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അല്ലേ. എനിക്കറിയില്ല കേട്ടോ, നാട്ടിലൊക്കെ ഇങ്ങനെയാണോ എക്സ്പീരിയൻസ് എന്ന് അറിയില്ല. പക്ഷെ നാട്ടിൽ നമുക്ക് നല്ല രസമായിരിക്കും എന്ന് തോന്നുന്നു. നാട്ടിലിങ്ങനെ ക്യാമ്പിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറയണേ കമന്റ് സെക്ഷനിൽ പ്ലീസ്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ തണുപ്പുണ്ടാവില്ല എന്ന് തോന്നുന്നു. രാത്രി ചെറുതായിട്ടൊരു തണുപ്പല്ലേ ഉണ്ടാവുള്ളൂ. ചൂടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. Hey, I should try that. Very good. Look, swishy, Papa, swishy. Do it. Who is eating junk? Hey. ആർക്കെങ്കിലും പീനട്ട് സാലഡ് വേണമെങ്കിൽ ഇട്ടോട്ടോ. You want peanut salad, Susie? Are these done? Yeah. It doesn't have to. You don't have to cook. Hey, cheers to Leo. That's peanut salad. Peanut. 7 days time. ഫുഡൊക്കെ ഫ്രോസൺ ചെയ്ത് കൊണ്ടുവന്നിട്ട് ചൂടാക്കായിരുന്നു. ഓപ്പൺ എയറിൽ ചൂടാക്കിയത് കൊണ്ടാണെന്ന് അറിയില്ല, നല്ല ടേസ്റ്റി ആയിരുന്നു. സ്പെഷ്യൽ കൊറിയാണ്ടർ പിക്കിളാണ് കേട്ടോ ഇത്. വളരെ ടേസ്റ്റി ആയിരുന്നു. Avoiding some of them, it's not a ക്യാമ്പിംഗ് സൈറ്റിലുള്ള വാഷ്റൂംസ് ആണ് ഇതെല്ലാം. കാടിന്റെ നടുക്ക് നല്ല ഭംഗിയുള്ള, അതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂംസ് ആണ്. സ്റ്റാൻഡിങ് ഷവറും അതുപോലെ ടോയ്ലറ്റ്സും ഒക്കെ ആയിട്ട് വളരെ സൗകര്യമുള്ള 4 വാഷ്റൂംസ് ഈ ഒരു ഏരിയയിൽ തന്നെ അവൈലബിൾ ആണ്. വളരെയധികം സൗകര്യമാണ്. വാഷ്റൂം കണ്ടു. അടിപൊളി വാഷ്റൂം ഉണ്ടോ മാറ്റതിനും. അടിപൊളി. നമ്മുടെ ജലപ്പീനോ You can take it from like closer.
Come down here. Patrick, do you want to hide your belly, Patrick? No. You stay. Hide your belly. Deep breath. Yeah, that's good. That's the maximum. Start the dance. Aryan, start with your Punjabi dance now. Hey, start with your Punjabi dance. In your age. Excuse me. Is there any garbage around here? You can sit on the table too here. മാഷ്മെല്ലോ കുറച്ച് തീയിലൊക്കെ കാണിച്ചിട്ട് മെൽറ്റാക്കിയിട്ട് എടുത്തിട്ട് ചോക്ലേറ്റിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുക്കി കഴിക്കാനായിട്ട്. നമ്മളങ്ങനെ അതേ തിരിച്ചു പോന്നു മക്കളെ. കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഗൂഗിൾ മാപ്പൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വഴിയൊക്കെ തെറ്റി. പക്ഷെ എന്നാലും നമ്മൾ തിരിച്ചു പിടിച്ചു. അപ്പോൾ വഴി തെറ്റിയ സ്ഥലത്തൊക്കെ കുറച്ച് ഗൂഗിൾ മാപ്പൊക്കെ ഇല്ലാത്ത സ്ഥലത്തൊക്കെ കുറച്ച് നേരം ചേട്ടൻ വണ്ടിയൊക്കെ ഓടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള റോഡെത്തി കഴിഞ്ഞ് വണ്ടി ചേട്ടൻ ഹാൻഡ് ഓവർ ചെയ്തു. Route recalculated. Turn slight left onto Veterans Memorial Highway. ഇരുട്ട് നമ്മളെ പലപ്പോഴും വഴിതെറ്റിക്കാറുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരുടെ ജീവിതത്തിലും എപ്പോഴും പ്രകാശം തന്നെയായ ദൈവം വഴി നടത്തട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുന്നു. അങ്ങനെ നല്ലൊരു ദിവസത്തിന് ദൈവത്തിന് നന്ദി. എല്ലാവർക്കും പ്രകാശം എപ്പോഴും കൂടെ ഉണ്ടാകട്ടെ. നമ്മളാണെങ്കിൽ എല്ലാം കഴിഞ്ഞ് വളരെ സേഫായിട്ട് തന്നെ വീട്ടിലെത്തി. പിന്നെയും നമ്മളിങ്ങനെ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ്പ് ഓൺ വാച്ചിങ് ഗ്രേസസ് സ്മോൾ വേൾഡ്.